മഹേഷ്, എനിക്ക് തോന്നുന്നത് താങ്കൾ ഈ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് അതിലേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കൾക്കായിരിക്കും കുറച്ചുകൂടെ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് എന്നൊരു സന്ദേശം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ കഴിയുക. അല്ല, നമ്മൾ ജീവിതം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് തന്നെ പ്രാരാബ്ദങ്ങളും വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്നാണ്. ജോലി ഉണ്ടായിരുന്നു താങ്കൾക്ക്? ഞാൻ ജോലി ഉണ്ടായിരുന്നു. ആദ്യമേ ഞാൻ 97 രാഷ്ട്രദീപികയുടെ ഏജന്റായിട്ടാണ് തുടക്കം. അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. ജീവിച്ചു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് ഒരു പേപ്പറിന് 40 പൈസ കിട്ടും. അന്ന് സത്യം പറഞ്ഞാൽ 500 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യം. അതെ അതെ, എന്റെ മെയിനായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അല്ല, ഞങ്ങൾ നല്ല രീതിയിൽ താമസിച്ച് നല്ല രീതിയിൽ ജീവിച്ചൊരു കുടുംബമായിരുന്നു. സാമ്പത്തികമായിട്ട് നമ്മളെ എന്താ പറയാ, ആ ഒരു സാഹചര്യത്തിൽ അച്ഛൻ മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് കൊടുത്തുമൊക്കെയാണ് അത് തകർന്നു പോയത്. അങ്ങനെ തകർന്ന് അച്ഛനൊക്കെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീട് നമ്മളത് ഏറ്റെടുക്കുമായിരുന്നു. കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി ജീവിതം തകർത്ത് കളഞ്ഞു. കാരണം വെച്ചാൽ സമ്പാദിച്ച കംപ്ലീറ്റ് കാര്യങ്ങളും എൻ്റെ അന്ന് ഞാൻ മരടിലായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഷോപ്പ് നടത്തുമായിരുന്നു. ലളിതം എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയും ഞാനും എൻ്റെ പെങ്ങന്മാരും എല്ലാവരും കൂടി, ഞാനാണ് നടത്തണമെങ്കിൽ അവരെല്ലാവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ നടത്തിക്കൊള്ളു. നല്ല രീതിയിലുള്ള കച്ചവടങ്ങളായിരുന്നു. പുതിയൊരു ഷോപ്പ് ഞാൻ എടുത്തു. ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം മുടക്കി ഷോപ്പ് പണിതപ്പോഴാണ്, മാർച്ചിലായിരുന്നു ഞാൻ അതിൻ്റെ ഓപ്പൺ ചെയ്തത്. ഏകദേശം മാർച്ചൊക്കെ ആയപ്പോഴേക്കും കൊറോണ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പകുതി ആയപ്പോഴേക്കും നമുക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ ലൈബിലിറ്റി ആയി. പക്ഷെ അന്ന് എല്ലാവരും പറഞ്ഞു, ഗവൺമെൻറ്റൊക്കെ പ്രഖ്യാപിച്ചു വാടക കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അടച്ചിട്ട ദിവസത്തെ അല്ലാണ്ട് ബാക്കി ഞാൻ ഏകദേശം 7 ലക്ഷം രൂപ എടുത്ത് വാടക ഇനത്തിൽ തന്നെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണങ്ങളെല്ലാം വിറ്റു. 32 പവനോളം സ്വർണ്ണം ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റു. മൊത്തത്തിൽ തകർന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. പിന്നീട് ഞാൻ കണ്ണാടിക്കാട് ഉണ്ടായിരുന്ന ഷോപ്പ് നിർത്തി വേറൊരു ചെറിയ ഷോപ്പ് ഓപ്പൺ ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ എന്താ പറയാ, ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. താങ്കൾ ഈ മരിക്കാൻ തീരുമാനിച്ചു, പക്ഷെ അതിനോട്ടൊന്നും താങ്കൾ എടുത്തു ചാടിയില്ല അല്ലേ? പക്ഷെ താങ്കൾക്ക് ഈ മരണമൊന്നും ഒരു പരിഹാരമല്ല എന്ന് തോന്നലുണ്ടായത് എങ്ങനെയാണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. നമുക്കൊന്നും നേടാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നിലനിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നേടാനുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാം അറുത്ത് മുറിച്ച് കളയാം, ഇപ്പോൾ അവസാനിപ്പിക്കാം, ഇനി ഈ നാട്ടിൽ ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ആലോചിച്ച് നടക്കുന്നവരോട് ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല ആൾക്കാരും ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ പോലും. അപ്പോൾ അവരോട് എന്താ താങ്കൾ പറയുക? ജീവിതം നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു സാധനമാണല്ലോ, ഒരു ആണല്ലോ. നമുക്ക് ഒരു ജീവിതം, ഞാൻ വിശ്വസിക്കുന്ന ഒരു ജീവിതമല്ല ഈ ജീവിതത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടാൻ ഒരുപാടുണ്ട്. നമുക്ക് നഷ്ടപ്പെടുവാണെങ്കിൽ അതോടുകൂടി നഷ്ടപ്പെട്ട് തീർന്നു പോകാം. പക്ഷെ നമുക്ക് ഒരുപാട് നേടാനുണ്ട്. നേടണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. പണം നമ്മുടെ പുറകെ വരും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം ഞാൻ ആദ്യമേ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു പ്രവർത്തിച്ചത്. പണം ഉണ്ടാക്കുന്നുള്ള ചിന്താഗതിയോട് പ്രവർത്തിച്ച ആളാണ്. പിന്നീട് എനിക്ക് മനസ്സിലായി പണം വേണം. പണം ഉണ്ടെങ്കിലേ നമ്മൾക്ക് സമൂഹത്തിൽ സ്ഥാനം ഉണ്ടാവും. പക്ഷെ പണത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പണവും ഉണ്ടാവും, അതോടൊപ്പം തന്നെ നമുക്ക് സ്ഥാനങ്ങളും ഉണ്ടാവും. അപ്പോൾ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.